നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്നു. ഉടനെ തലച്ചോറിൽ ഡോപ്പമൈൻ കൂടുന്നു. നിങ്ങൾക്ക് നല്ല സന്തോഷം തോന്നുന്നു. അവർ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നു. ഡോപ്പമൈൻ വീണ്ടും കുതിച്ചുയരുന്നു. നിങ്ങളുടെ നെർവസ് സിസ്റ്റം ആകെ ആക്റ്റീവ് ആകുന്നു. പെട്ടെന്നാണ് അവർ അപ്രത്യക്ഷമാകുന്നത്. ഒരു വിവരവുമില്ല, ടോട്ടൽ സൈലൻസ്. അതോടെ നിങ്ങളുടെ ഡോപ്പമൈൻ ലെവൽ ഒറ്റയടിക്ക് താഴേക്ക് പതിക്കുന്നു. ഇതോടെ അടുത്ത തവണ ഈ സന്തോഷം എപ്പോൾ കിട്ടുമെന്ന് ഓർത്ത് നിങ്ങളാകെ അസ്വസ്ഥരാകും. പിന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എടുത്ത് നോക്കും. ഓരോ 30 സെക്കൻഡിലും ഫോൺ അൺലോക്ക് ചെയ്ത് നോക്കും. പഴയ മെസ്സേജുകൾ ഇരുന്ന് വീണ്ടും വീണ്ടും വായിക്കും. അവർക്ക് അയക്കാൻ പറ്റിയ ഏറ്റവും നല്ല മെസ്സേജ് അല്ലെങ്കിൽ റിപ്ലൈ എന്താണെന്ന് ആലോചിച്ച് കൂട്ടും. ശാസ്ത്രത്തിൽ ഇതിനെ ഇൻ്റർമിറ്റൻറ്റ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് വിളിക്കും. നിങ്ങളുടെ തലച്ചോറിനെ ഏറ്റവും വേഗത്തിൽ അടിമയാക്കാൻ പറ്റിയ ഒരു റിവാർഡ് പാറ്റേൺ ആണിത്. ഈ ചൂതാട്ട കേന്ദ്രങ്ങളിലൊക്കെ സ്ലോട്ട് മെഷീനുകളുടെ വീഡിയോസ് കണ്ടിട്ടില്ല നിങ്ങൾ? അത് ആളുകൾക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തതിന് അല്ലെങ്കിൽ അതിന് അഡിക്ഷൻ ആവുന്നതിന് പിന്നിലും ഇതേ കാരണമുള്ളത്. നിങ്ങൾ ആ മെഷീൻ്റെ ലിവർ പിടിച്ച് വലിക്കുന്നു. ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോൽക്കും. ആ ജയവും തോൽവിയും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ലല്ലോ. ആ ഒരു അനിശ്ചിതത്വമാണ് ഇതിനെ ഒരു ലഹരിയാക്കി മാറ്റുന്നത്. ഇതുപോലെ തന്നെയാണ് അവരുടെ കാര്യവും. അവർ ചിലപ്പോൾ വളരെ സ്നേഹത്തോടെ പെരുമാറും, ചിലപ്പോൾ യാതൊരു താല്പര്യവും കാണിക്കില്ല. ഈ ഒരു മാറ്റമാണ് നിങ്ങളുടെ തലച്ചോറിനെ അവരിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത്.